ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ചാപ്റ്റർ 1-ത്തെ നമുക്ക് പ്രധാനമെന്ന് തോന്നുന്നതും പ്രതീക്ഷിക്കാൻ പറ്റുന്നതുമായിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ്. അതുകൊണ്ടാണ് ഇമ്പോർട്ടൻ്റ് ആൻഡ് എക്സ്പെക്റ്റഡ് എന്ന് പറയുന്നത്. ഇത് എൻ്റെ മാത്രം പ്രധാനവും പ്രതീക്ഷകളും മാത്രമാണ്. അപ്പോൾ ഏകദേശം ഒരു ഐഡിയയിൽ പറയുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ, നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്യാൻ ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ഇല്ല എന്നുള്ളത് തന്നെ. അപ്പോൾ എങ്ങനെ ആയിരിക്കും നിങ്ങളുടെ എല്ലാ സെമസ്റ്ററും ഇനി ഇങ്ങനെ തന്നെ ആവാൻ പോവുള്ളൂ. കാരണം നിങ്ങളാണല്ലോ ഫസ്റ്റ് വന്നൊരു ബാച്ച് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു കാര്യം ഒന്ന് മനസ്സിലാക്കുക. കുറേ പേര് എന്നോട് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ്റെ ഒക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ഞാനിങ്ങനെ ചെയ്യാമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ ഇതിൽ ഞാൻ പറഞ്ഞത് എന്തുകൊണ്ട് വന്നില്ല എന്നൊരു ക്വസ്റ്റ്യൻ ഇങ്ങോട്ട് ചോദിച്ചിട്ട് കാര്യമില്ല. കാരണം ഇതെൻ്റെ മാത്രം കുറച്ച് പ്രാധാന്യം തോന്നുന്ന അല്ലെങ്കിൽ പ്രതീക്ഷിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് ആണ് ഞാനിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. പറ്റാവുന്ന ആളുകൾ പഠിച്ചു പോവുക. അതേപോലെ തന്നെ പിന്നെ കുറേ പേര് വിളിച്ചു ലാസ്റ്റ് മൊമെൻറ്റിലാണോ ഇത്രയും വീഡിയോസ് ചെയ്യാതെ, നമുക്ക് അതിനുള്ള ബുദ്ധിമുട്ടുകളുണ്ട്. അതുകൊണ്ടാണ്. അപ്പോൾ ഇത് തന്നെ ഒരുപാട് പേർ റിക്വസ്റ്റ് ചെയ്തുകൊണ്ട് കിട്ടുന്ന സമയത്തിൽ ചെയ്ത് എത്തിയ കാര്യങ്ങളാണ് ഇതെല്ലാം. പിന്നെ പഠിക്കാൻ തുടങ്ങുക എന്നുള്ളതും ഡേറ്റ് വന്നതൊക്കെ എന്നോ പറയുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അതാത് ദിവസം ക്ലാസ്സിൽ എടുക്കുന്നത് പഠിച്ചു പോകുന്ന ഒരാളെ സംബന്ധിച്ചോളം ഇതൊരു ലാസ്റ്റ് മൊമെൻ്റ് അല്ല. പക്ഷേ ഒരുപാട് പേര് അങ്ങനെ പഠിക്കുന്നതാണെന്ന് എനിക്ക് തോന്നുന്നത്. എന്താണെങ്കിലും ഞാൻ കുറച്ച് കാര്യങ്ങൾ എനിക്ക് പറ്റാവുന്ന കുറച്ച് എക്സ്പെക്റ്റ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് പറയാം. പറ്റാവുന്നവർ പഠിക്കുക, എഴുതുക. ഓക്കെ. അപ്പോൾ ചാപ്റ്റർ 1-ൽ എന്താണെങ്കിലും ബിസിനസ് എൻവയോൺമെൻറ്റ് എന്താണെന്നൊന്ന് പഠിച്ചു പോവുക. അതേപോലെ തന്നെ ഫസ്റ്റിലത്തെ കുറച്ച് ടോപ്പിക്കുകളൊക്കെ നിർബന്ധമായിട്ട് ഞാൻ അവിടെ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുമ്പോൾ തന്നെ ഞാൻ പറഞ്ഞു പോയിട്ടുണ്ട് 3 മാർക്കിനും 6 മാർക്കിനൊക്കെ. അപ്പോൾ അത് കേൾക്കുന്ന ആളുകൾക്ക് അത് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. പക്ഷേ പിന്നെയും റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ആ വീഡിയോസ് കാണാതെ മറ്റുള്ള ഏതെങ്കിലും വീഡിയോസ് കാണുന്ന ആളുകളും ആയിരിക്കാം ചിലപ്പോൾ നിങ്ങൾ. അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് ബിസിനസ് എൻവയോൺമെൻറ്റും അതിൻ്റെ നേച്ചർ, ഇമ്പോർട്ടൻസ് ഒക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കുക. നമ്മുടെ സബ്ജക്റ്റ് ബിസിനസ് എക്കണോമിക്സ് ആയതുകൊണ്ട് തീർച്ചയായിട്ടും അതെന്തായാലും അത് മീനിങ്ങും ഡെഫിനേഷനും പറ്റുന്നവർ പഠിക്കുക. അതിൻ്റെ നേച്ചർ പ്രാധാന്യമുള്ളത് തന്നെയാണ്. ഇമ്പോർട്ടൻസ്, അതേപോലെ തന്നെ ബിസിനസ് ഓർഗനൈസേഷൻ എന്താണെന്നുള്ള നേച്ചറൊക്കെ അതിൻ്റെ ടൈപ്സൊക്കെ ഒന്ന് നോട്ട് ചെയ്യുക. ഫസ്റ്റ് ചാപ്റ്ററിൽ ഒരുപാട് പോയിന്റുകൾ ഞാൻ എടുക്കുന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഇൻറ്റേർണൽ ഓർഗനൈസേഷനിൽ എന്തൊക്കെയാണ് വരുന്നത് എന്നൊക്കെ ഒന്ന് മനസ്സിലാക്കിയാൽ മതി. അതൊന്നും അത്ര ഇമ്പോർട്ടൻ്റ് എന്ന് പറയാനില്ല. സ്ട്രക്ചർ എന്താണെന്നൊന്ന് നോട്ട് ചെയ്തോളുക. പിന്നെ നമുക്ക് വരുന്നത് ഇമ്പോർട്ടൻസ് ഓഫ് എക്കണോമിക്സ് എന്താണെന്നുള്ളതൊന്ന് പഠിച്ചോളാം. 7 പോയിന്റ് വരുന്നുണ്ട്. അപ്പോൾ 6 മാർക്കിനൊക്കെ ചോദിക്കാൻ സാധ്യത ഉള്ളൊരു ക്വസ്റ്റ്യൻ തന്നെയാണ്. ഇനി നമുക്ക് നോട്ട് ചെയ്യേണ്ടത് മാക്രോ എക്കണോമിക്. അപ്പോൾ ഈ ഒരു പോയിൻ്റാണ് നമ്മുടെ ലാസ്റ്റ് ചാപ്റ്ററിലെ ലാസ്റ്റ് ടോപ്പിക്കായിട്ട് വന്നിട്ടുണ്ടായിരുന്നത്, മാക്രോ എക്കണോമിക് എൻവയോൺമെൻറ്റ്. ഇവിടെ നമ്മൾ GDP കുറിച്ചൊക്കെ പറയുന്നുണ്ടല്ലോ. GDP എന്താണ്, ഇൻഫ്ലേഷൻ, അൺഎംപ്ലോയ്മെൻറ്റ്, ഇതൊക്കെ പറഞ്ഞ കാര്യങ്ങളാണ്. ഇത് തന്നെയാണ് നമ്മൾ ലാസ്റ്റിലേക്ക് പറഞ്ഞ കാര്യം. അപ്പോൾ ഈ മൈക്രോ എക്കണോമിക് എൻവയോൺമെൻറ്റും മാക്രോയും എന്താണെന്നൊന്ന് പഠിച്ചോളാം കേട്ടോ. പിന്നെ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്തായാലും ഒന്ന് നോട്ട് ചെയ്തോളുക. കോമ്പറ്റേറ്റീവ് മാർക്കറ്റിനെ കുറിച്ച് ഇവിടെ ഡീറ്റെയിൽ ആയി പറഞ്ഞിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ ജസ്റ്റ് എന്താണ് ആ മാർക്കറ്റ്, അതിൻ്റെ കാര്യങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, അതിൻ്റെ ബിസിനസ്സും കാര്യങ്ങളൊക്കെ. ഇനി നിർബന്ധമായിട്ടും പഠിക്കേണ്ട കാര്യമാണ് ഡിമാൻഡുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന എല്ലാ കാര്യങ്ങളും പഠിക്കുക. കാരണം അത് അത്രയും ഇമ്പോർട്ടൻ്റ് ആയ ടോപ്പിക്കാണ്. എന്താണ് ഡിമാൻഡ്, വാട്ട് ഈസ് ലോ ഓഫ് ഡിമാൻഡ്, ഡിമാൻഡ് ഷെഡ്യൂൾ എന്താണ്, അതിൻ്റെ ടൈപ്സും ഡിമാൻഡ് കർവും. അപ്പോൾ ഡിമാൻഡിൻ്റെ എക്സ്പ്ലനേഷനൊക്കെ ചോദിക്കുമ്പോൾ പറ്റിക്കഴിഞ്ഞാൽ ഡിമാൻഡ് കർവൊക്കെ വരച്ച് ചെയ്യുകയാണെങ്കിൽ നല്ലതായിരിക്കും. ഒന്നുമില്ല, എളുപ്പമാണ്. ഇവിടെ ഡിമാൻഡ് കൊടുക്കുക, ഇവിടെ പ്രൈസ് കൊടുക്കുക. പ്രൈസ് കണ്ടോ, 0 മുതൽ 5, 10, 15 അങ്ങനെ വരുന്നുണ്ട്. ഇവിടെ 5, 10, 15. അപ്പോൾ ഇതിങ്ങനെ ചിന്തിക്കേണ്ട കാര്യം ഈ 25 നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുക, എന്നിട്ട് 5ലേക്ക് കൊടുക്കുക. അങ്ങനെ നിങ്ങൾ വരച്ച് പോവുകയാണെന്ന് വെച്ചാൽ ഇങ്ങനെ ഒരു കർവ്, ഡിമാൻഡ് കർവാണ് എന്ന് പറഞ്ഞിട്ട് അത് കൊടുക്കുക. അപ്പോൾ ഡിമാൻഡിൻ്റെ ഒരു പോയിന്റ് ഒഴിവാക്കേണ്ടതില്ല. അതുപോലെ ചാൻസ് ഉള്ളതാണ് ഫാക്ടേഴ്സ് അഫക്റ്റിങ്. എസ്എ ക്വസ്റ്റ്യൻ ആയിട്ടൊക്കെ ചോദിക്കാം. കാരണം അത്രയും ഇമ്പോർട്ടൻ്റ് ആയ ഒരു ടോപ്പിക്കാണത്. പിന്നെ ഷിഫ്റ്റ് ഇൻ ഡിമാൻഡ് എന്താണ് എന്നൊക്കെ ചിലപ്പോൾ ക്വസ്റ്റ്യൻ ഈ ഒരു കാര്യമൊക്കെ പഠിക്കുക. ഡിമാൻഡ് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് സപ്ലൈ എളുപ്പമാണ്. അത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവിടെ പഠിക്കുന്ന സമയത്ത് തന്നെ. കാരണം അതേപോലത്തെ ടേംസുകളാണ് ഇവിടെ വരുന്നത്. സപ്ലൈൻ്റെ ഫാക്ടേഴ്സ് ഇമ്പോർട്ടൻ്റ് ആണ്, അതൊന്ന് നോട്ട് ചെയ്തോളുക. സപ്ലൈ, ലോ ഓഫ് സപ്ലൈ എന്താണെന്നുള്ളതും സപ്ലൈ ഷെഡ്യൂളും അസംഷനും ഒക്കെ ഒന്ന് നോട്ട് ചെയ്യുക. സപ്ലൈ കർവ്, ബാക്കി ഗ്രാഫിനൊന്നും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കണ്ട. മൂവ്മെൻറ്റും ഷിഫ്റ്റും ഒന്ന് നോട്ട് ചെയ്തോളുക. പ്രൈസ് മെക്കാനിസം എന്താണ് എന്നുള്ളൊരു കാര്യം ഒന്ന് നോക്കുക. ഇക്വിലിബ്രിയം എന്താണെന്ന് പഠിച്ചോളൂ. നിർബന്ധമായിട്ടും ഇക്വിലിബ്രിയം എന്താണെന്നുള്ളതൊന്ന് പഠിക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഫസ്റ്റ് ചാപ്റ്ററിൽ നോട്ട് ചെയ്യേണ്ട പോയിന്റ് ഉള്ളൂ. അപ്പോൾ ഇതിൽ ഡിമാൻഡും സപ്ലൈയും അതേപോലെ ബിസിനസ് എൻവയോൺമെൻറ്റും ബിസിനസ് എക്കണോമിക്സും
അതുമായി ബന്ധപ്പെട്ട് വരുന്ന എല്ലാ കാര്യങ്ങളുമാണ് ഇപ്പോൾ നമ്മൾ മെയിനായിട്ട്. അപ്പോൾ ഫസ്റ്റ് പോർഷൻ എന്തായാലും ഒഴിവാക്കാനില്ല. ആദ്യത്തെ തിയറി ഒക്കെ പഠിച്ചേ മതിയാവുള്ളൂ. കാരണം അതൊക്കെ ചോദിക്കാൻ 6 മാർക്കിനും അതേപോലെ തന്നെ 3 മാർക്കിനും ഒക്കെ സാധ്യതയുണ്ട്. ഇവിടുന്ന് ഒരു എസ് സി നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. അത് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ഒന്നില്ലെങ്കിൽ എക്കണോമിക്സുമായി ബന്ധപ്പെട്ട് വരുന്ന ഒരു എസ് ആയിരിക്കും ചോദിക്കുക. അതായത് നേച്ചറോ ക്യാരക്ടറിസ്റ്റിക്സ് അങ്ങനെ വരുന്ന ഒരു എസ് എ ചോദിക്കാം. മാനേജറൽ എക്കണോമിക്സിൻ്റെ ചോദിക്കാം. പിന്നെ ചോദ്യം വരാൻ സാധ്യത ഈ ഒരു പാഠത്തുനിന്ന് ഡിമാൻഡിൻ്റെ പോർഷനിൽ ചോദിക്കാനുള്ള. നമുക്കിവിടെ ലാസ്റ്റിലത്തെ ക്വസ്റ്റ്യൻസ് ഒന്നും കൂടി ഇവിടെ നോക്കാം. ഏറ്റവും അവസാനം വരുന്ന ക്വസ്റ്റ്യൻസിൽ നോക്കുമ്പോൾ മനസ്സിലാവും. അപ്പോൾ ഇവിടെ തന്നെ പറയുന്നത് കണ്ടോ, എന്താണ് ബിസിനസ് എൻവയോൺമെൻറ്റ്, ബിസിനസ് എക്കണോമിക്സ്, ഓർഗനൈസേഷൻ, ലിമിറ്റഡ് ലയബിലിറ്റി സ്റ്റോക്ക്, പിന്നെ സ്ട്രക്ചർ കണ്ടക്റ്റ് എന്താണെന്നുള്ളത് നോക്കുക. മൈക്രോം മാക്രോം നോക്കുക 2 പിന്നെ അതേപോലെ തന്നെ ചോയ്സ്, എക്കണോമിക്സിലെ ചോയ്സ് എന്താ, ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്താണ്, ഇതൊക്കെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ്. കോമ്പറ്റേറ്റീവ് മാർക്കറ്റ്, പ്രൈസ് മെക്കാനിസം ഒന്ന് പഠിച്ചോളാം. ഷിഫ്റ്റ് ഇൻ ഡിമാൻഡ്, ഇക്വിലിബ്രിയം ഞാൻ പറഞ്ഞില്ലേ, ഇവിടെ എല്ലാം മുമ്പിൽ പറഞ്ഞ കുറേ കാര്യങ്ങളാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കുക. സെക്ഷൻ ബിയിൽ ഇവിടെ വരാൻ സാധ്യത ഉള്ളതും കണ്ടോ, ബിസിനസ് എൻവയോൺമെൻറ്റ് നേച്ചറാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ബിസിനസ് എൻവയോൺമെൻറ്റിൻ്റെ എല്ലാ പോർഷനും ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകിച്ച് വെറുതെ ഒരു എസ് എ വരാൻ ചിലപ്പോൾ വേണമെങ്കിൽ എന്താണ് എൻവയോൺമെൻറ്റ്, നേച്ചർ, ഇമ്പോർട്ടൻസ്, ക്യാരക്ടറിസ്റ്റിക്സ് പഠിച്ചോളുക. എക്കണോമിക്സ് ആണ് എനിക്ക് അടുത്തൊരു സംശയം തോന്നുന്നൊരു ക്വസ്റ്റ്യൻ. കാരണം സബ്ജക്റ്റ് അതായതുകൊണ്ടും ഫസ്റ്റ് ചാപ്റ്റർ ആയതുകൊണ്ടും ബിസിനസ് എക്കണോമിക്സിൻ്റെ പ്രാധാന്യങ്ങളും ആ കാര്യങ്ങളൊക്കെയാണ്. ഓർഗനൈസേഷൻ പിന്നെ അത്രത്തോളം അങ്ങോട്ട് വരാൻ സാധ്യതയില്ല. എന്നാലും ഒന്ന് മനസ്സിലാക്കി മാത്രം വെച്ചാൽ മതി. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫേംസും കാര്യങ്ങളൊക്കെ. പിന്നെ വല്ലാതൊരു ഇമ്പോർട്ടൻസ് തോന്നുന്നു ഡിമാൻഡ് എൻവയോൺമെൻറ്റ്, മൈക്രോ എക്കണോമിക്കും മാക്രോ എക്കണോമിക്കും ഞാൻ പറഞ്ഞു. കോമ്പറ്റേറ്റീവിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ഒന്ന് നോക്കുക. ഇതാ ഫാക്ടേഴ്സ് ഡിറ്റർമിനിങ്, അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഡിമാൻഡ് കർവ് ഞാൻ പറഞ്ഞില്ലേ ഗ്രാഫിക്കലി ഒന്ന് കാണിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഷിഫ്റ്റ് ഇൻ ഡിമാൻഡ് അത് പറ്റുമെങ്കിൽ മാത്രം പഠിച്ചാൽ മതി. ഗ്രാഫ്സ് ഒക്കെ പഠിച്ച് ഇപ്പോൾ സമയം കളയാൻ നിൽക്കണ്ട. അപ്പോൾ ഡിമാൻഡിൻ്റെ മാത്രം ഒന്ന് പഠിച്ചു വയ്ക്കുക. പിന്നെ ദ ഫാക്ടേഴ്സ് ഡിറ്റർമിനിങ് സപ്ലൈ. അപ്പോൾ സപ്ലൈയുടെ ഫാക്ടേഴ്സും ഡിമാൻഡിൻ്റെ ഫാക്ടേഴ്സും അത് രണ്ടും ഡിറ്റർമിൻ ചെയ്യുന്നത്. അത് 2 എസ് എക്ക് സാധ്യത ഉള്ളൊരു ക്വസ്റ്റ്യനാണ്. എൻവയോൺമെൻറ്റ് സാധ്യതയുണ്ട്, എക്കണോമിക്സ് സാധ്യത. എന്നെ സംബന്ധിച്ചോളം ഈ 4 കാര്യങ്ങളാണ് എസ് എക്ക്. കാരണം അത് തന്നെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നതും. ബിസിനസ് എൻവയോൺമെൻറ്റ്, നേച്ചർ ആൻഡ് ഇമ്പോർട്ടൻസ്, എക്കണോമിക്സ്, നേച്ചർ ആൻഡ് ഇമ്പോർട്ടൻസ്, മാക്രോ എക്കണോമിക് ഫാക്ടേഴ്സും മൈക്രോയും ഇവിടെ ചോദിച്ചിട്ടുണ്ട് എക്സ്ട്രാ. പിന്നെ ഡിമാൻഡ് എന്താണെന്നുള്ളതും ഗ്രാഫിക്കലി ലോ ഓഫ് ഡിമാൻഡ് പറഞ്ഞിട്ട്. അപ്പോൾ അതെന്തായാലും ഗ്രാഫ് അതിൻ്റെ മാത്രം പഠിക്കുക. ലോ ഓഫ് ഡിമാൻഡിൻ്റെ ഗ്രാഫും ലോ ഓഫ് സപ്ലൈൻ്റെ ഗ്രാഫും അതിൻ്റെ ഫാക്ടേഴ്സ് രണ്ടും. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് നല്ല സാധ്യതയുള്ളൊരു ക്വസ്റ്റ്യൻ അതാണ്. ഈ 4 എണ്ണത്തിനാണ് കൂടുതൽ സാധ്യത. എനിക്ക് ഈ ഒരു മൂന്നാമത്തെ ക്വസ്റ്റിനേക്കാൾ ഉപരി ഈ ബാക്കി 1, 2, 4, 5 നല്ലൊരു ഇമ്പോർട്ടൻസ് ഈ ഒരു ചാപ്റ്റർ. അപ്പോൾ ഇത് പഠിച്ചാൽ തന്നെ മെജോറിറ്റി ആ ചാപ്റ്റർ ആയി കഴിഞ്ഞു. ഓക്കെ, പിന്നെ ഇക്വിലിബ്രിയം അങ്ങനെ ഇവിടെ പറഞ്ഞ ആ ഒരു 3 മാർക്സും കൂടി ഒന്ന് കവർ ചെയ്താൽ മതി. എൻവയോൺമെൻറ്റ്, എക്കണോമിക്സ്, ഓർഗനൈസേഷൻ, LLP എന്താണെന്നുള്ളതും മാക്രോ മൈക്രോ എക്കണോമിക്കുകളും ഇക്വിലിബ്രിയവും ഷിഫ്റ്റ് ഇൻ ഡിമാൻഡും കർവും ഡിമാൻഡ് കർവും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കുക. അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് ഫസ്റ്റ് ചാപ്റ്ററിൽ നിങ്ങൾക്ക് എന്ത് വന്നാലും നിങ്ങൾ പഠിച്ചു പോകണം എന്നുള്ളൊരു ക്വസ്റ്റ്യൻസ് ഫസ്റ്റ് ചാപ്റ്റർ ഇതാണ്. ഓക്കെ.